ശരവണഭവായ നമ. എല്ലാവർക്കും നമസ്കാരം. വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. 27 നക്ഷത്രങ്ങൾക്കുള്ളിൽ 21ാമത്തെ നക്ഷത്രമായ ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2026 വർഷഫലവും അവർ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളും, അതോടൊപ്പം ഈ നക്ഷത്രക്കാരുടെ ചില സ്വഭാവ ഗുണങ്ങളും നമുക്ക് ഈ അധ്യായത്തിൽ കൂടെ മനസ്സിലാക്കാം. ഈ നക്ഷത്രത്തിൻ്റെ ഗണം മനുഷ്യ ഗണമാണ്. ഇവരുടെ ചില സ്വഭാവങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഒന്നും ഇവർ ആഗ്രഹിക്കുകയില്ല. നീതിയും ആത്മാർത്ഥതയും സമാധാനവും പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവർ ആയിരിക്കും. പ്രസന്നമായ മുഖഭാവവും മാന്യമായ പെരുമാറ്റവും ഇവരിൽ കാണപ്പെടുന്നു. ആരോടും ഒരു പ്രത്യേക അകലം പാലിക്കുന്ന സ്വഭാവമായിരിക്കും ഇവർ പൊതുവെ. എന്നാൽ ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യതയും സന്മനോഭാവം കൊണ്ട് ഉണ്ടാകാറുമുണ്ട്. സാധാരണഗതിയിൽ ഒന്നും വേഗമങ്ങോട്ട് അംഗീകരിക്കുന്ന സ്വഭാവമല്ലെങ്കിലും വിശ്വാസം ഏതെങ്കിലും രീതിയിൽ ഉണ്ടായാൽ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ ആയിരിക്കും. സാവധാനം ചിന്തിച്ചു മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ. നയചാതുരമായ സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കുവാനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായിട്ട് ഉള്ളതുമാണ്. നല്ല ദൈവവിശ്വാസമുള്ളവരുമാണ്. ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപോലെ പിന്തുടരുന്നതുമാണ്. ഈ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങളിൽ കുജദശയും വ്യാഴദശയും ബുധൻ ദശയും ഇവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളാണ്. ഈ സമയകാലങ്ങൾ ഏകദേശം നമുക്കൊന്ന് മനസ്സിലാക്കാം. 13.5 വയസ്സ് മുതൽ 20.5 വയസ്സുവരെ കുജദശയാണ്. 38.5 വയസ്സ് മുതൽ 54.5 വയസ്സുവരെ വ്യാഴദശയുമാണ്. 73.5 വയസ്സ് മുതൽ 90.5 വയസ്സുവരെ ബുധദശയുമാണ്. ഇവിടെ വ്യാഴദശ ഇവർക്ക് ഗുണദോഷമിശ്രമായ കാലമാണ്. ബാക്കി 2 ദശാകാലങ്ങളും ദോഷഫലങ്ങളാണ് നൽകുന്നത്. ഈ ദശാകാലങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നതായിട്ടുള്ള വഴിപാടുകൾ നിങ്ങൾ ചെയ്യുന്നത് ഏറെ ഗുണകരമായിരിക്കും. ഈ നക്ഷത്രത്തിൻ്റെ ഉപാസനാ മൂർത്തിയായ മഹാദേവനെയും മഹാവിഷ്ണുവിനെയും നന്നായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ വേണം. മാസത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ഈ 2 നടകളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവന് കൂവളത്തുമാലയും നമ്മുടെ നക്ഷത്രം അറിയിച്ചുകൊണ്ടുള്ള ഒരു ജലധാരയും നടത്തുന്നത് ഏറെ ഗുണമായിരിക്കും. മഹാവിഷ്ണുവിൻ്റെ നടയിൽ ഭഗവാന് തുളസിമാലയും ഒരു പാൽപായസവും നിവേദിക്കുന്നത് ഏറെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പറഞ്ഞ ദശാകാലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ വഴിപാടുകൾ ചെയ്താൽ ഈ പറഞ്ഞിട്ടുള്ള ദശാകാല ദോഷഫലത്തിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാവും. എല്ലാ മാസവും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. 2026 വർഷഫലം നോക്കുമ്പോൾ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും
ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ്. 2026 4-ാം മാസത്തിന് ശേഷം, അതായത് ഏപ്രിൽ മാസത്തിന് ശേഷമാണ് ഈ പറഞ്ഞിട്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായിട്ട് കാണുന്നത്. ഈ നക്ഷത്രക്കാരുടെ ശനികാലങ്ങളൊക്കെ മാറി വരികയാണ്. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നതായ സകല പ്രശ്നങ്ങൾക്കും ഈ 2026 ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. തൊഴിൽ തടസ്സമായും മംഗല്യ തടസ്സമായും സാമ്പത്തിക നഷ്ടങ്ങളുമായും ജീവിതത്തിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും, ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകുക, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ 2026 ആകുമ്പോൾ ഈ 2026 4-ാം മാസത്തിന് ശേഷം ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടം കൈവരിക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കുന്നതുമാണ്. മംഗല്യ തടസ്സങ്ങളൊക്കെ മാറി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതുമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതുമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ്. വാഹനങ്ങൾ വാങ്ങുവാനും പുതിയ ഗൃഹങ്ങൾ പണിയുവാനും 2026 അനുകൂലമായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ ഈ വർഷം ഉത്രാട നക്ഷത്രക്കാർക്ക് ഒത്തിരിയേറെ സൗഭാഗ്യങ്ങൾ കൈവരിക്കുന്നൊരു വർഷമാണ് 2026. 2026 ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ: ജലം, അഗ്നി, വാഹനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക വേണം. സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കുക വേണം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും നന്മകളും ഉയർച്ചകളും 2026 ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വേൽമുരുക ജ്യോതിഷം ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷപരമായും വാസ്തുപരമായ നല്ല അറിവുകൾ നിങ്ങളിലെത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രവും പേരും വയസ്സും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം. ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.